हमारे आत्मा में हमें नींद नहीं आता, हमारे आत्मा में हमें विश्वास बढ़ता है। ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ जब एदन के बगीचे में था, ആദാം ഒരു ആത്മ മനുഷ്യനായിരുന്നു, ഒരു സ്പിരിറ്റ് മാൻ ആയിരുന്നു. आदम जो था एक वो आत्मा में चलने वाला एक व्यक्ति था. അതുകൊണ്ടാണ് ആദാമിന് വസ്ത്രം ധരിക്കേണ്ടതായിട്ട് വന്നില്ല. इसलिए उस समय आदम को कपड़ों की जरूरत नहीं था. സദൃശവാക്യം അതിന്റെ 20-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ हम देखेंगे नीति वचन उसका 20वां अध्याय അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और उसका वर्स 27 में हम देख सकते हैं नीति वचन 20:27, मनुष्य का आत्मा यहोवा का दीपक है. ആമേൻ. ലാംപ് ഓഫ് ദ ലോർഡ്, നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ദീപമുണ്ട്, ദൈവത്തിന്റെ വെളിച്ചമുണ്ട്. हमारे आत्मा में परमेश्वर का दीपक है, परमेश्वर का ज्योति है. അതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? ആ വെളിച്ചം ദൈവത്തിന്റെ ഗ്ലോറിയാകുന്നു. वो प्रकाश परमेश्वर की महिमा है. Amen, praise the Lord. അതാണ് ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഗ്ലോറിയാൽ മൂടപ്പെട്ടവനായിരുന്നു. കാരണം ആദാമിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ദീപമുണ്ടായിരുന്നു. तो इससे हम समझ सकते हैं कि वही आदम जब वो एदन के बगीचे में था, वो परमेश्वर की महिमा को पहने हुआ था. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തെക്കാൾ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതമാണ് ആദാം ഏദൻ തോട്ടത്തിൽ ജീവിച്ചത്. आज जो जीवन हम बिताते हैं इससे बहुत एक अलग जीवन था आदम का एदन के बगीचे में. ആദാമിന് എല്ലാ പഴങ്ങളും ഭക്ഷിക്കുവാന് അവിടെ ആ തോട്ടത്തിലുണ്ടായിരുന്ന ഒരു പഴം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പഴങ്ങളും തനിക്ക് ഭക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് വിശപ്പുള്ളത് കൊണ്ടല്ല. ആദാമിന് ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ വിശപ്പോ ദാഹമോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ള വിശപ്പോ ദാഹമോ ഇല്ലായിരുന്നു. आदम को वो बगीचे के सारे फल, एक वृक्ष का फल को छोड़कर बाकी सारे फल वो खा सकता था. जैसे आज हमें भूख या प्यास है, आदम को उस समय ऐसा भूख प्यास नहीं था. वो चाहे तो वो खा सकता है. എത്ര അധ്വാനിച്ചാലും ആദമിന് ക്ഷീണമുണ്ടാകുമായിരുന്നില്ല, വേർക്കുമായിരുന്നില്ല. जितना भी कार्य करे, काम करो, आदम थकता नहीं था, उसको पसीना नहीं आता था. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഡിപ്രഷനോ വ്യാകുലതയോ ആങ്സൈറ്റിയോ ഒന്നും ആദമിനുണ്ടായിരുന്നില്ല. आज हम अनुभव करने वाले निराशा या व्याकुलता, ये कुछ आदम को नहीं था. വീഴ്ചയോടുകൂടിയാണ് ഇതെല്ലാം മനുഷ്യനിൽ പ്രവേശിച്ചത്. लेकिन जब मनुष्य पाप में गिरा, उसके बाद ये सब मनुष्य के अंदर प्रवेश किया. ഏദൻ തോട്ടത്തിൽ ആദാമിനുണ്ടായിരുന്ന പ്രകൃതങ്ങൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ആത്മാവിലുണ്ട്. जो आदम का स्वभाव था, जो एदन के बगीचे में, वही एक यीशु मसीह को स्वीकार किया, नया जन्म प्राप्त किया व्यक्ति के आत्मा में है. നിങ്ങളുടെ ആത്മാവിന് ഉറക്കത്തിന്റെ ആവശ്യമില്ല. आपके आत्मा को नींद की जरूरत नहीं है. നിങ്ങളുടെ ആത്മാവിന് ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. ആത്മാവിന്റെ ഭക്ഷണം ദൈവത്തിന്റെ വചനമാകുന്നു. और आपकी आत्मा को शरीर के लिए जैसा भोजन खाना पड़ता है, उसकी जरूरत नहीं है, क्योंकि आपका आत्मा का भोजन परमेश्वर का वचन है. ആത്മാവിൽ അവിശ്വാസമില്ല. और आत्मा में अविश्वास नहीं है. ആമേൻ. ആത്മാവ് നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്നു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വിരോധമായി വരുന്ന എല്ലാ ശത്രുത്വങ്ങളെയും ഒന്നാമതായി പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ്. और हमारे आत्मा हमें सुरक्षा देता है. हम जब रात में सोते हैं, नींद में होते हैं, आपके विरुद्ध आने वाले अंधकार की शक्ति से सबसे पहले आपको सुरक्षा देता है आपका आत्मा. ആമേൻ. അത്ര അത്ഭുതകരമാകുന്ന സാധ്യതകളാണ് ഹ്യൂമൻ സ്പിരിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അത് മുഴുവൻ നമുക്കിപ്പോൾ അനുഭവിക്കുവാൻ കഴിയുകയില്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരവും ആത്മാവിന്റെ പൊട്ടൻഷ്യലിനെ ലിമിറ്റ് ചെയ്ത് കളയുകയാണ്, അതിനെ കുറച്ച് കളയുകയാണ്. हमारे आत्मा में इतनी बड़ी संभावना है, लेकिन आज वो पूरी जो बात हम अपने जीवन में महसूस नहीं करते, क्योंकि हमारा मन, हमारा प्राण और शरीर आत्मा के विरोध में, आत्मा के कार्यों के में बाधा लेकर आता है. എന്നാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിനെ സജീവമാക്കുന്നു എങ്കിൽ വേർഡ് ഓഫ് ഗാഡിലൂടെ, പ്രാർത്ഥനയിലൂടെ, അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സജീവമാക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉന്നതമാകുന്ന ഒരു ജീവിതം, ഗുണമേന്മയുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും. तो अगर आपकी जो मनुष्य आत्मा है, इसको और
क्रियाशील करते हैं, ज़्यादा वचन पढ़ते हैं, ज़्यादा वचन में ध्यान देते हैं, वचन को बार बार आप स्वीकार करते हैं, कन्फेस करते हैं, इससे आपके आत्मा को आप क्रियाशील बना सकते हैं. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് കോൺഷ്യൻസ്, മനസാക്ഷി നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിലാകുന്നു. രണ്ട് ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സൂക്ഷ്മബോധം, അന്തരജ്ഞാനം, അവബോധം, ബോധോദയം, ഇത് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിലാകുന്നു. മൂന്ന് നിങ്ങളുടെ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, വർഷിപ്പിംഗ് ഗോഡ്, ആരാധന, ദൈവത്തോടുള്ള ആരാധന നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിലാകുന്നു. आपके आत्मा में कई प्रकार के गुण हैं, जैसे आपके आत्मा में विवेक है, आपके आत्मा में ज्ञान है, आपकी आत्मा में आप संगति कर सकते हैं, परमेश्वर के साथ सहभागिता कर सकते हैं. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളുടെ ആത്മാവിൽ കോൺഷ്യൻസ് ഉണ്ട്, ഇൻറ്റ്യൂഷൻ ഉണ്ട്, കമ്മ്യൂണിയൻ ഉണ്ട്. और एक बार मैं कहना चाहता हूँ, आपके आत्मा में आपको सहज ज्ञान है, उसके बाद आपको विवेक है और सहभागिता है. Conscience is the discerning organ which distinguishes right and wrong. और जो कॉन्शियस कहते हैं, विवेक कहते हैं, उससे हमें समझ सकते हैं कि वो ऐसा एक अंग है जो गलत है या सही है, उसका पहचान हमें देता है. തെറ്റുശരികൾ തിരിച്ചറിയുവാൻ ആത്മാവ് നിങ്ങളെ സഹായിക്കും. क्या गलत है, क्या सही है, इसको समझने के लिए आपकी आत्मा आपको सहायता करता है. രണ്ടാമതായിട്ട് ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ is the sensing organ of the human spirit. और दूसरा जो इंट्यूशन या सहज ज्ञान, वो ऐसा एक हमें संदेव अंग है जो मनुष्य की आत्मा को प्रदान करता है. आप जानते हैं कि क्या करना है. അതൊരു അന്തരജ്ഞാനമാണ്. You know it, you don't see, you don't hear, you don't touch, but you know it. That is intuition. इंट्यूशन ऐसे कह सकते हैं, आप खुद अपने अंदर जानते हैं कि ऐसा है, उसको आप देखते नहीं होंगे, सुनते नहीं होंगे, लेकिन आपने आप ही आप जानते हैं कि ये बात ऐसा है. ഹ്യൂമൻ സ്പിരിറ്റിന്റെ പ്രത്യേകതയുണ്ട്. നമുക്ക് ശരീരത്തിന്റെ കണ്ണുകൾ ഉള്ളതുപോലെ, കാതുകൾ ഉള്ളതുപോലെ ഹ്യൂമൻ സ്പിരിറ്റിന് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും, സംസാരിക്കുവാൻ കഴിയും. हमारी जो मनुष्य आत्मा है, इसमें एक खूबी है, जिस प्रकार से हमारे शरीर में आँख है, कान है, हम देख सकते हैं, सुन सकते हैं, इसी प्रकार हमारे मनुष्य आत्मा भी देख सकता है, सुन सकता है. ഹ്യൂമൻ സ്പിരിറ്റിന് സഞ്ചരിക്കുവാൻ കഴിയും. അതാണ് പൗലോസ് പറയുന്നത്. മൂന്നാം സ്വർഗ്ഗത്തോളം പൗലോസ് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ശരീരം കൂടാതെയോ ശരീരത്തോടു കൂടിയോ ഞാൻ അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ വ്യക്തമാണ്, മിക്കവാറും ആത്മാവിലായി ആകുവാനാണ് സാധ്യത പൗലോസ് മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടത്. और मनुष्य के आत्मा वो एक जगह से दूसरे जगह भी जा भी सकता है. इसलिए पौलुस कहता है उनका अनुभव कि वो तीसरा स्वर्ग तक पहुंचा. वो ऐसा कहता है कि मैं शरीर में था या नहीं मुझे नहीं मालूम, तो हम समझ सकते हैं वो अपने आत्मा में स्वर्ग तक पहुंचा. നിങ്ങളുടെ ആത്മാവിന് ഇത്തരത്തിലുള്ള ഗുണമേന്മകൾ ഉള്ളതുകൊണ്ട് ആത്മാവിന് അന്തരജ്ഞാനമുണ്ട്, ഇൻറ്റ്യൂഷൻ ഉണ്ട്, ആത്മാവിന് കാര്യങ്ങൾ അറിയുവാൻ കഴിയും. आपके आत्मा में इतनी बड़े गुण है, इसलिए आपके आत्मा के अंदर सहज ज्ञान है. മൂന്നാമതായിട്ട് ആത്മാവിൽ നിന്നാണ് ആരാധന ഉയരുന്നത്. കമ്മ്യൂണിയൻ, ദൈവത്തോടുള്ള ആരാധന നമ്മുടെ ആത്മാവിൽ നിന്നാകുന്നു ഉയരുന്നത്. और तीसरा है आपके आत्मा से सहभागिता, संगति. आप परमेश्वर के साथ संगति कर सकते हैं. ആത്മാവിന് ജീവൻ വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ദൈവോന്മുഖ ഭാവമുള്ള വ്യക്തിയായി തീരുകയുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആ വ്യക്തി നടത്തുകയുള്ളൂ. ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയത്തില്ല, ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. जब आपके आत्मा में परमेश्वर का आत्मा या परमेश्वर के और आप लगते हैं, परमेश्वर की आत्मा आते हैं, तभी आप परमेश्वर को ढूंढने लगते हैं, परमेश्वर से प्रेम करते हैं, क्योंकि आपका शरीर, प्राण ये परमेश्वर को खोजता नहीं है. യേശു അതുകൊണ്ടാണ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. इसलिए यीशु मसीह वो समरी स्त्री से कहा कि जो परमेश्वर का आराधना करते हैं वो आत्मा में और सच्चाई में करता है. നിങ്ങളുടെ യഥാർത്ഥ ആരാധന ഉയരുന്നത് ആത്മാവിൽ നിന്നാകുന്നു. आपकी सच्ची आराधना आपकी आत्मा से उठता है. ആത്മാവിന്റെ അധീനതയിലേക്ക്, സബ്ജക്ഷനിലേക്ക് നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ ശരീരത്തെയും കൊണ്ടുവരുമ്പോൾ ആത്മാവിൽ നിന്നുയരുന്ന ആരാധന
നിങ്ങൾക്ക് ബുദ്ധിയിലൂടെയും ശരീരത്തിലൂടെയും പുറപ്പെടുവിക്കുവാൻ കഴിയും. जब आपके बुद्धि को जब आपके शरीर को आप आत्मा के अधीन करते हैं तभी वो सच्ची आराधना आपके जीवन से बाहर निकलता है. ആ നിലയിലുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമുണ്ട്. അവർക്ക് അവരുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ റെവലേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് കിട്ടും. और उसमें बड़ी एक संभावना है जो लोग अपने आत्मा में पवित्र आत्मा को कार्य करने देता है और अपने शरीर को आत्मा के अधीन करता है, उसको परमेश्वर प्रकाशन देता है. ഇന്ന് ഭൂമിയിൽ നമ്മളൊക്കെ ഇൻഫർമേഷൻസിന്റെ ലോകം നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हम इस धरती पर जब जीते हैं, आज हमें ये संसार बहुत जानकारी देता है. ഇൻഫർമേഷനും റെവലേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. आपको समझना है रेवलेशन, इंफॉर्मेशन, प्रकाशन और जानकारी में बहुत फर्क है. ഞാനൊരു ദൈവദാസന്റെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. തന്നോട് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ ചെവി ഇനി തുറക്കത്തില്ല, നെർവ് സംബന്ധമായിട്ട് നിങ്ങളുടെ ചെവിക്ക് കേടുവന്നിരിക്കുന്നതിനാൽ ലോകത്തിൽ ഒരു വൈദ്യനും നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. मैं पिछले दिनों में एक परमेश्वर के दास की गवाही को सुन रहा था. उनसे डॉक्टरों ने कहा कि आपके कान के जो नर्व्स है उसमें बहुत बड़े डैमेजेस हुआ है, इसलिए अभी आप कभी नहीं सुन सकोगे. ഇന്ത്യയിലെ പ്രമുഖരായ 4ലധികം ENT സ്പെഷ്യലിസ്റ്റുകളെ അദ്ദേഹം പോയി കണ്ടു. भारत के कुछ 6 प्रमुख ENT स्पेशलिस्ट को उन्होंने मिला. എല്ലാവരും ഒരുപോലെ പറഞ്ഞു, നിങ്ങളുടെ ചെവി ഇനി ഒരിക്കലും തുറക്കുകയില്ല. सब लोगों ने एक ही बात कहा कि आप कभी सुन नहीं सकोगे. അത് ഇൻഫർമേഷൻ ആണ്. നോളജിന്റെ അടിസ്ഥാനത്തിലുള്ള, സെൻസ് നോളജിന്റെ അടിസ്ഥാനത്തിലുള്ള, ഇന്റലിജന്റ് നോളജിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻ ആണത്. वो सब जानकारी है. उनके पढ़ाई के द्वारा, उनके ज्ञान के द्वारा वो जानकारी को उन्होंने कहा. അതെല്ലാം ഫാക്റ്റുകളാണ്. അതെല്ലാം വൈദ്യശാസ്ത്രത്തിന്റെ അറിവനുസരിച്ച് ഫാക്റ്റുകളാണ്. और वो सब फैक्ट है क्योंकि जो मेडिकल साइंस के द्वारा जो जो बातें उन्होंने सीखा है उसको वो कह रहे हैं. എന്നാൽ ആ ദൈവദാസൻ അന്ന് രാത്രിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, രാത്രി 2-3 മണി സമയത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തനിക്കൊരു റെവലേഷൻ കിട്ടി. തനിക്ക് കിട്ടിയ റെവലേഷന് 1 കൊരിന്ത്യർ 6:19 നിന്ന് 6:17 നിന്നുള്ള ഒരു വചനമാകുന്നു, എന്റെ ആത്മാവും ക്രിസ്തുവും ഒന്നാകുന്നു എന്നുള്ളൊരു റെവലേഷൻ കിട്ടി. लेकिन उसी रात वो परमेश्वर का दास अपने कमरे में गया. कुछ रात के 2 या 3 बजे जब वो प्रार्थना कर रहे थे, वचन का प्रकाशन उनको मिला 1 कुरिन्थियों के अध्याय से कि उनका आत्मा और यीशु मसीह का आत्मा एक है कर കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നുള്ളത് ആ വചനം തനിക്കൊരു റെവലേഷനായി, വെളിപ്പാടായി തന്റെ ആത്മാവിൽ ലഭിച്ചു. और जब वो वचन का प्रकाशन मिला कि जो यीशु मसीह के साथ जुड़ा हुआ है वो यीशु मसीह के शरीर के साथ जुड़ा हुआ है. ആ റെവലേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, തന്റെ കാതുകൾ കേൾക്കാതിരിക്കുന്നു എങ്കിൽ എൻ്റെ ശരീരത്തെ ഇപ്പോൾ ഉപയോഗിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അത് തടസ്സമാകുന്നു, അത് ലിമിറ്റ് ചെയ്യുന്നതാകുന്നു. അതിനാൽ എനിക്കും യേശു ക്രിസ്തുവിനും ചേർന്ന് ഇതിനെ ശാസിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന്. और इस वचन के प्रकाशन से वो परमेश्वर के दास को समझा कि मेरा और यीशु मसीह का शरीर अगर एक है, अगर मेरे कानों में अच्छी तरीके से मैं सुनाई नहीं दे सकता तो यीशु मसीह की सेवकाई जो मेरे द्वारा होना है उसमें बाधा ला सकता है. इसलिए मैं यीशु मसीह के शरीर में होने के कारण ये चंगाई मेरे लिए संभव है. അദ്ദേഹത്തിന് കിട്ടിയ റെവലേഷന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ചെവി തുറന്നു. और उनको मिला हुआ प्रकाशन के अनुसार जब ये व्यक्ति ने प्रार्थना किया, उनका कान खुल गया. അതാണ് റെവലേഷൻ നോളജും സെൻസ് നോളജും തമ്മിലുള്ള വ്യത്യാസം. ये है प्रकाशन और जानकारी के बीच में जो बड़ा जो डिफरेंस. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ നിങ്ങൾക്ക് റെവലേഷൻ നോളജ് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കും. आपके आत्मा में आप पवित्र आत्मा के द्वारा प्रकाशन मिल सकते हैं. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്റലിജന്റിന്റെയും ഇൻഫർമേഷൻസിന്റെയും ഫാക്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സെൻസ് നോളജ് ഉണ്ട്. ആ സെൻസ് നോളജിനെ കീഴ്പ്പെടുത്തുവാൻ പ്രാപ്തിയുള്ളതാകുന്നു റെവലേഷൻ നോളജ്. और
इस दुनिया की जानकारी से, पढ़ाई से आपको सेंस नॉलेज या इंद्रिय ज्ञान मिल सकता है, लेकिन उससे भी बढ़कर है पवित्र आत्मा से मिलने वाला प्रकाशन। ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത്. और इतनी बड़ी एक अद्भुत का केंद्र है मनुष्य का आत्मा. ആ ആത്മതലങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരുടെ ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഗുണമേന്മ വർദ്ധിക്കുവാൻ പോകുന്നു. और जो लोग अपने आत्मा के तल को क्रियाशील करते हैं, उनका मसीही जीवन इस धरती पर बहुत ही आशीषमय होगा. ആ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കൺസീവ്ഡ് ആകുന്ന ആ സമയത്ത് തന്നെ ആ കുഞ്ഞിൽ ആത്മാവ് സജീവമാകുന്നു. एक बच्चा माँ की कोख में उत्पन्न होते समय उसके अंदर मनुष्य की जो आत्मा बन जाता है. കൺസെപ്ഷൻ സമയത്ത് തന്നെ കുഞ്ഞിൽ ആത്മാവ് സജീവമാകുന്നു. और कंसेप्शन के समय ही वो जो आत्मा है वो पूर्ण रूप से बन जाता है. ആ കുഞ്ഞിൽ ആത്മാവ് ദൈവത്തിൽ നിന്നാകുന്നു ലഭിക്കുന്നത്. और उस बच्चे के अंदर जो आत्मा आता है वो परमेश्वर से आता है. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, जब एक्लीसियास्टिकल उसका 12 उसका 7वां पद में जब हम जाते हैं, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ശ്രദ്ധിക്കുക, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയെങ്കിൽ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാകുന്നു. और उस वचन में लिखा है जो आत्मा परमेश्वर के ओर से आता है वो परमेश्वर के पास लौट जाता है. तो इसका अर्थ है आत्मा परमेश्वर के ओर से आता है. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന സമയത്ത് ആ മാതാവും പിതാവും മാത്രമല്ല അവിടെ ഇൻവോൾവ് ആകുന്നത്, ദൈവം അവിടെ ഇൻവോൾവ് ആകുന്നു. മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് കുഞ്ഞിന്റെ ശരീരവും പ്രാണനും ഉരുവാകുന്നത് എങ്കിലും ആത്മാവ് ദൈവത്തിൽ നിന്നാകുന്നു വരുന്നത്. हम देख सकते हैं जब एक बच्चा माँ के कोख में होता है वहां पे उसके पिता माँ को भी इस्तेमाल किया जाता है, लेकिन जो आत्मा है वो परमेश्वर के ओर से आता है. ആ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീരുമ്പോഴുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാകുന്നു. और वही आत्मा जब नई सृष्टि बन जाता है उसमें बड़ी संभावना है. കൺസെപ്ഷന്റെ സമയത്ത് തന്നെ ആത്മാവ് കുട്ടിയിൽ സജീവമാകുന്നതിനാൽ ആ സമയത്ത് തന്നെ കുട്ടിയിൽ ആത്മാവ് പെർഫെക്റ്റ് ആകുന്നു, കുട്ടിയിൽ ആത്മാവ് സജീവമാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. वो बच्चा माँ के कोख में उत्पन्न होते ही उसका आत्मा जो संपूर्ण रीति से बन जाता है. ആമേൻ. കംപ്ലീറ്റ് ആകുകയാണ്. അഥവാ ആ കുഞ്ഞ് ഉദരത്തിൽ വച്ച് ഒരു മിസ്കാരേജ് ഉണ്ടാകുകയാണെങ്കിലും ഒരു അബോർഷൻ ഉണ്ടാകുകയാണെങ്കിലും ആ കുട്ടിയുടെ ആത്മാവ് പർദീസയിൽ വളരുമെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. तो इसका अर्थ है ये बच्चा माँ के कोख में उत्पन्न होते ही उसका जो आत्मा है वो पूरी तरीके से बन गया है, कंप्लीट है. तो इससे हम समझ सकते हैं अगर ये बच्चा माँ के कोख में ही उसका मिसकैरेज हो जाता है या अबॉर्शन हो जाता है, ये बच्चा का आत्मा परमेश्वर के पास पहुंचता ഈ है. മൂന്ന് ഘടകങ്ങളുടെ വളർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ് കൺസെപ്ഷനിൽ തന്നെ कंप्लीट आगुनु. अगर ये 3 भागों के बारे में हम गहराई में सीखेंगे तो हम समझ सकते हैं कि मनुष्य के आत्मा जो है वो माँ के कोख में उत्पन्न होते ही वो पूर्ण तरीके से कंप्लीट होता है. പ്രാണൻ 0 മുതൽ 7 വയസ്സ് വരെയാണ് വളരുന്നത്. और हमारा जो प्राण है वो हमारे कंसेप्शन के समय से 7 साल तक उसका बढ़ोतरी होता है. അതുകൊണ്ട് ആ സമയത്തെ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് വിളിക്കുന്നു. और इसलिए उन समय को फॉर्मेटिव इयर्स कर हम कहते हैं. ശരീരം എന്ന് പറയുന്നത് 0 മുതൽ 21 വയസ്സ് വരെ വളരുന്നു. लेकिन जो शरीर है वो 0 से 21 साल तक हमारा शरीर बढ़ता है. പ്രാണൻ 0 മുതൽ 7 വയസ്സ് വരെയാണ് പ്രാണന്റെ വളർച്ച. हमारे जो प्राण की में जो बढ़ोतरी होता है, डेवलपमेंट्स होता है, वो 0 से लेकर 7 तक होता है. ശരീരം 21 വയസ്സ് വരെ വളരുന്നു. और हमारा शरीर 21 साल तक बढ़ता है. എന്നാൽ ആത്മാവ് കൺസെപ്ഷൻ സമയത്ത് തന്നെ കംപ്ലീറ്റ് ആകുകയാണ്. लेकिन जो आत्मा है वो बच्चे के माँ के कोख में उत्पन्न होते ही वो कंप्लीट होता है. ഹ്യൂമൻ സ്പിരിറ്റിന്റെ സാധ്യതകളെ കുറിച്ച് ഇനിയും ആഴത്തിൽ
പാഠത്തിൽ നിങ്ങൾ പഠിക്കുക, ആ സാധ്യതകളെ നിങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. और जो मनुष्य की आत्मा है इसके बारे में और आप वचन की गहराई से सीखे और अपने जीवन में उसकी बड़ी संभावनाओं को आप क्रियाशील में ला सकते हैं. രണ്ടാമതായിട്ട് നമുക്ക് ശരീരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. अभी हम दूसरे देखेंगे हमारे शरीर के बारे में कुछ बातें. ബോഡി, ശരീരം, ഗ്രീക്ക് ഭാഷയിൽ സോമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. और जो शरीर है उसको यूनानी भाषा में सोमा कर कहा गया है. സ്പിരിറ്റിന് ന്യൂമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. और आत्मा को न्यूमा कर कहा गया है. പ്രാണന് സൂക്കെ എന്ന വാക്കാണ് യവനായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. और प्राण को सूके कर कहा गया है. നമ്മുടെ ശരീരം ഒരു അത്ഭുതമാകുന്നു. हमारा जो शरीर है वो एक चमत्कार है. ശരീരത്തിന് വ്യത്യസ്തമാകുന്ന പേരുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. शरीर को कई प्रकार के नाम बाइबल में दिया गया है. ശരീരം എന്ന് വിളിച്ചിരിക്കുന്നു. शरीर कर कहा गया है. മൺകൂടാരം എന്ന് വിളിച്ചിരിക്കുന്നു. और मिट्टी का बर्तन कर कहा गया है. പുറമെയുള്ള മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നു. और बाहरी रूप का शरीर मनुष्य कहा गया है. ജഡം എന്ന് വിളിച്ചിരിക്കുന്നതും കാണുവാൻ കഴിയുന്നു. और वहां पर ഫ്ലഷ് कर भी लिखा है. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യരിലേക്ക് പോവുകയാണെങ്കിൽ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ മൺപാത്രങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. और दूसरा कोरिन्थियों 4 उसका 7 में देख से उसको मिट्टी का बर्तन कर कहा गया है. 10-ാം വാക്യത്തിൽ ശരീരം എന്ന് വിളിച്ചിരിക്കുന്നു. और 10वां पद में शरीर कर लिखा है. 11-ാം വാക്യത്തിൽ മർത്യ ശരീരം എന്ന് വിളിച്ചിരിക്കുന്നു. और उसके जो 11 पद है उसमें मध्य शरीर कर कहा गया है. 16-ാം വാക്യത്തിൽ പുറമെയുള്ള മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നു. और उसके 16 पद में बाहरी शरीर मनुष्य कहा गया है. 5-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 5:1 ഭൗമ ഭവനം എന്ന് വിളിച്ചിരിക്കുന്നു. और 5 का दूसरा कोरिन्थियों 5 का 1 में उसको एक भवन कर लिखा है. കൂടാരം എന്ന് വിളിച്ചിരിക്കുന്നു. उसको एक तंबू कर लिखा है. എന്നാൽ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ लेकिन गलातियों की किताब उसका 5वां अध्याय അവിടെ 19-ാം വാക്യത്തിൽ ജഡം എന്ന് വിളിച്ചിരിക്കുകയാണ്. और उसके 19वां पद में जड़ कर लिखा है. ഇങ്ങനെ വ്യത്യസ്തമാകുന്ന പേരുകൾ ഈ ശരീരത്തിനുണ്ട്. इस कई प्रकार के नाम शरीर को दिया गया है. Our physical body house the soul and spirit. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ഈ ശരീരത്തിലാണ് ദൈവം താമസിപ്പിച്ചിരിക്കുന്നത്. हमारे ये भौतिक शरीर में प्राण और आत्मा वास करता है. ഈ ശരീരം എന്ന് പറയുന്നത് ബ്ലഡ്, ഫ്ലഷ്, ആമേൻ, ബോൺസ് ഇതുകൊണ്ടുണ്ടാക്കിയതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. हमारा जो शरीर है वो खून, मांस और हड्डी से बनाया गया है. രക്തം, മാംസം, അസ്ഥി ഇവ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. हमारा जो शरीर है वो खून, मांस और हड्डियों से बनाया गया है. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ആത്മീക ശരീരങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. पहला कोरिन्थियों उसका 15 अध्याय में हम देख सकते हैं वहाँ आत्मिक शरीर के बारे में कहा गया है. അപ്പോൾ സ്വർഗ്ഗത്തിൽ ആത്മീക ശരീരങ്ങളുണ്ട്. तो हम समझ सकते हैं स्वर्ग में आत्मिक शरीर होता है. ഇന്ന് നമുക്ക് ഈ മാംസമുള്ള ശരീരം ഈ ഭൂമിയിലുണ്ട്. आज हम जब इस धरती पर वास करते हैं ये मांस हमारे शरीर में है. എന്നാൽ ഇനിയും നമുക്ക് കിട്ടുവാൻ പോകുന്ന ആ രൂപാന്തരപ്പെട്ട ശരീരം അത് വ്യത്യസ്തമായിരിക്കും. രക്തമില്ലാത്ത ശരീരമായിരിക്കും അത്. लेकिन पहले कोरिन्थियों में जैसा लिखा है जो शरीर हमें स्वर्ग में मिलेगा वो बहुत ही एक अलग प्रकार का, भिन्न प्रकार का शरीर होगा. അതിൽ രക്തമുണ്ടായിരിക്കുകയില്ല. उसमें खून नहीं होगा. ആമേൻ. 1 കൊരിന്ത്യർ 15:50 കാണാൻ കഴിയുന്നുണ്ട്, സഹോദരന്മാരെ, മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. और पहला कोरिन्थियों उसका 15 पद का 50वां पद में लिखा है कि स्वर्ग में जो शरीर है वहां पर स्वर्ग में जो शरीर है उसमें flesh and blood cannot inherit the kingdom. और लिखा है परमेश्वर के राज्य में मांस और हड्डी वास नहीं कर सकता. അപ്പോൾ നമുക്ക് ആമേൻ അവിടെ ലഭിക്കുവാൻ പോകുന്ന പുതിയ ശരീരം എന്ന് പറയുന്നത്, രൂപാന്തരപ്പെട്ട ശരീരം എന്ന് പറയുന്നത് രക്തമില്ലാത്ത ശരീരമായിരിക്കും. तो हमें समझना है कि जब हम स्वर्ग जाएंगे तो जो शरीर हमें मिलेगा वहां पर खून नहीं होगा. ഈ ശരീരം ഇന്ന് സകലവിധ രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ സജീവമാകുന്നത് രക്തത്തിലൂടെയാണ്.
आप जानते हैं कि हमारे शरीर में जो लहू है इससे ज्यादातर बीमारी हमारे अंदर उत्पन्न होता है। ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കോവിഡ് വരുന്ന കേടുവരുന്ന ഒരു ശരീരമായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. जब परमेश्वर ने मनुष्य को सृष्टि किया, क्या ऐसे शरीर को बनाया कि उसमें कुछ हानि हो या कोविड आए? ഇല്ല, ആദമിന് ഒരു രോഗവും ഏദൻ തോട്ടത്തിൽ വരുമായിരുന്നില്ല. ऐसा नहीं, क्योंकि आदम को अगर एदन के बगीचे में वो रहता उसको कोई बीमारी नहीं छू सकता था. ഇതേ ശരീരം നമ്മളെ പോലെയുള്ള ഇതേ ശരീരമായിരുന്നു ആദാമിന് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ശരീരത്തോടു കൂടെ ആദം ജീവിക്കുകയായിരുന്നെങ്കിൽ മരണമില്ലാതെ ആദമിന് ജീവിക്കുവാൻ കഴിയുമായിരുന്നു. हमारे जैसे शरीर आदम को भी था. अगर वो आदम एदन के बगीचे में बना रहता तो वो हजारों हजारों साल जी सकता था. എന്നാൽ പാപം പ്രവേശിച്ചതോടുകൂടെ പാപം പിശാച് ഇവർ രണ്ടുപേരും കൂടെ പ്രവേശിച്ചതോടുകൂടെ മനുഷ്യന്റെ ജീവിതം ദുരിതപൂർണമായി തീർന്നു. സകല മിസ്രിയും മനുഷ്യനിൽ പ്രവേശിച്ചു. लेकिन जब पाप और शैतान मनुष्य के जीवन में प्रवेश किया, मनुष्य के जीवन को बिगाड़ दिया, हर एक बुराइयों से उसका जीवन को भर दिया. ഈ പ്രതിസന്ധികളുടെ എല്ലാം പിന്നിൽ സാത്താനും പാപവുമാണെന്നുള്ളത് മറന്നു പോകരുത്. ये सब परेशानियों के पीछे शैतान और पाप है कर आपको भूलना नहीं है. ഒരു പാപത്തിനും സാത്താനെ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പാപമുണ്ടെങ്കിൽ സാത്താനുമുണ്ട്. आपको समझना है कोई भी पाप शैतान के बिना खुद कार्य नहीं कर सकता है. अगर पाप करता है तो उसके पीछे शैतान का काम है. അങ്ങനെയെങ്കിൽ വേറൊരു സത്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രോഗത്തിനും പിശാചിനെ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. तो और एक बार मैं आपसे कहना चाहता हूँ, कोई भी बीमारी शैतान के बिना कार्य नहीं कर सकता. എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ പിശാചുക്കളുണ്ട് എന്ന സത്യം ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. और हर एक बीमारी के पीछे शैतान का काम है कर वचन के अनुसार मैं कहना चाहता हूँ. വൈദ്യശാസ്ത്രത്തിന് അതൊരിക്കലും പറയുവാൻ കഴിയത്തില്ല. ഭൂമിയിലെ സയൻസിന് അതൊരിക്കലും പറയുവാൻ കഴിയത്തില്ല. ഭൂമിയിലെ സയൻസിനകത്ത് പിശാചില്ല. ഭൂമിയിലെ സയൻസിനകത്ത് മനുഷ്യന് ആത്മാവില്ല. मेडिकल साइंस कभी ये नहीं कह सकता कि बीमारियों के पीछे शैतान है, क्योंकि साइंस में या मेडिकल साइंस के अनुसार शैतान